ഞങ്ങൾ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഒരു ബിൽഡറിനെ കണ്ടുപിടിക്കാന്നുള്ള ഒരു ഡ്യൂട്ടി ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലായിരുന്നു. വളരെ അവിചാരിതമായിട്ടാണ് ഹാപ്പിനെസ് ബിൽഡേഴ്സിനെ കണ്ടുമുട്ടുന്നത്. ഇവരോട് കൺവേഴ്സ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. പ്ലോട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ വന്ന് കാണുകയും ഒക്കെ ചെയ്തു. എല്ലാം ചെയ്ത് കഴിഞ്ഞ് പ്ലാൻ വരച്ചപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു ചെയ്തിരുന്നു. ഇന്നൊക്കെയാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. അതായത് നല്ല എറേഷൻ, നല്ല വെളിച്ചം വേണം, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്ലാൻ വരച്ച് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിൽ 98% ഞങ്ങൾ എങ്ങനെ വിചാരിച്ചു അതെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. ആദ്യത്തെ പ്ലാൻ തന്നെ ശരിക്കും വർക്കായി. ഫസ്റ്റ് റിലേഷൻഷിപ്പ് തന്നെ നമുക്ക് വളരെ നന്നായിട്ട് തോന്നി. അവർക്ക് കുറേ ചെക്സ് ആൻഡ് ബാലൻസസും എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ അവർ ഫോളോ ചെയ്യുന്ന ഒരു ബിൽഡേഴ്സാണ്. ബിൽഡിംഗ് ആയിത്തീർന്നത് നമുക്ക് വളരെ ഹാസിൽ ഫ്രീ ആയിട്ടാണ് നമുക്ക് ആയിത്തീർന്നിട്ടുള്ളത്. പിന്നെ ഈ വീട്ടിലെനിക്ക് ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ളത് പാറ്റിയോ എന്ന് പറയുന്ന വളരെ കുറച്ച് സ്പേസിലാണെങ്കിലും അത് വളരെ വെളിച്ചവും വായുവും ഒക്കെ വരുന്ന വളരെ ഓപ്പൺ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റിയോ സ്പേസ് ഉണ്ട്. ഈ വീടിന്റെ ഓരോ കോർണറും വളരെ പ്രിയപ്പെട്ടതാണ്. അത്രയും നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷെ സ്റ്റെയർ കേസ് കയറി നിന്ന് അവിടെ നിൽക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഒക്കെ ഉള്ള ഒരു ഫീലും ഫുൾ വെളിച്ചവും കാറ്റും എല്ലാം കിട്ടുന്ന ഒരു ഫീലും ഉണ്ട്. അപ്പോൾ ഭയങ്കര നന്നായിട്ട് തോന്നാറുണ്ട്. ഇന്റീരിയർ സമയത്തായാലും പിൻട്രസ്റ്റിൽ കുറേ നേരം കുത്തിയിരുന്ന് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ കണ്ടെത്തി എൽദോ ചേട്ടനോട് അത് പറയാൻ ഭയങ്കര ഈസി ആയിരുന്നു. സോ ബേസിക്കലി എൽദോ ചേട്ടൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീംസ് കം ട്രൂ ആക്കി ഹാപ്പിനെസ് ബിൽഡേഴ്സ്.